എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ പർവ്വതങ്ങൾക്കിടയിലുള്ള വലിയൊരു ഗ്രാമമായിരിക്കും കാണിക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വോയിസിൽ ആ ഗ്രാമത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇപ്പൊ ഡിസ്ക്രൈബ് ചെയ്യും. ആ ഗ്രാമത്തിലുള്ള ഒരേ ഒരു ആൺതരി, അതാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള സൺഗോക്കു. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അവൻ കളക്ട് ചെയ്ത വലിയൊരു മരക്കട്ട അതുമായിട്ട് അവൻ അങ്ങനെ ഓടി വരികയാണ്. അതിനുശേഷം അത് മുകളിലേക്കിട്ട് അവൻ ടൈ ചെയ്തു വന്ന് ആ മരക്കട്ടയിൽ പഞ്ച് ചെയ്യും. അതിൽ പഞ്ച് ചെയ്യേണ്ട താമസം ആ മരക്കട്ട അങ്ങനെ തകർന്ന് മരക്കഷ്ണങ്ങളായി മാറുകയാണ്. അതിനുശേഷം അവൻ അല്പസമയം ആ വിറകിലേക്ക് തന്നെ നോക്കി നിന്ന് അവൻ അവന്റെ വയറ്റിൽ കൈ കൊടുക്കുകയാണ്. ഓ നോ, എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് അവൻ പുറകിലേക്ക് നോക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആരും തന്നെ കടന്നു വരാത്ത ആ ഒരു ഗ്രാമത്തിലേക്ക് ഇപ്പൊ ഒരു കാർ കടന്നു വരികയാണ്. ഡോർ തുറന്ന് ഇപ്പൊ ഒരു ചുന്ദരി പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി വരും. ഈ ചുന്ദരി പെണ്ണിന്റെ പേരാണ് മുൽമ. അവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ഒരു ഡിവൈസ് ചെക്ക് ചെയ്യും. അതെ, അതിവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ ഗോക്കുവിനെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ ആയുധങ്ങളൊക്കെ അങ്ങനെ മൂർച്ച കൂട്ടി വെക്കുകയാണ്. അവൻ ഇപ്പോ ഭക്ഷണമൊക്കെ കളക്ട് ചെയ്യാൻ പുറത്തേക്ക് പോകാൻ തയ്യാറാവും. അപ്പോ ഒരു ഡ്രാഗൺ ബോള് അവൻ അവിടെ സേഫ് ആക്കി വെച്ചിരിക്കുന്നത് കാണിക്കും. അവൻ ആ ഡ്രാഗൺ ബോളിനെ നോക്കി പറയും, ഗ്രാൻഡ്പ, ഞാൻ ഫുഡ് കളക്ട് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോവാണ്, എത്രയും വേഗം തിരികെ എത്തും. ആക്ച്വലി അവൻ ആ ഡ്രാഗൺ ബോളിനെ അവന്റെ ഗ്രാൻഡ്പ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അവൻ അവന്റെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാത്തു സൂക്ഷിക്കുന്നത് അത് ആ ഡ്രാഗൺ ബോളാണ്. അതൊരു ഡ്രാഗൺ ബോൾ ആണെന്ന് പോലുള്ള കാര്യം അവൻ അറിയില്ല. ഗോക്കുവിന് അവന്റെ ഗ്രാൻഡ്പ മരിക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹം സമ്മാനമായിട്ട് കൊടുത്തതാണ് ആ ഒരു ഡ്രാഗൺ ബോൾ. അവൻ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ അതൊന്നും ബ്ലിങ്ക് ചെയ്യും. ഗോക്കുവിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. വാവ്, മുത്തച്ഛൻ എന്നെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു എന്ന് പറഞ്ഞ് ആ ഡ്രാഗൺ ബോളിനോട് യാത്ര പറഞ്ഞ് അവൻ ഫുഡ് ശേഖരിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. ഒരുപാട് നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ നമ്മുടെ ചെക്കന് ഇപ്പൊ ഒരു ജയന്റ് ഫിഷിനെ കിട്ടുകയാണ്. അവൻ ആ ഫിഷുമായിട്ട് കടന്നു വരുമ്പോഴായിരിക്കും എന്മയുടെ കാറ് അതിപ്പോ അവനെ ഇടിച്ച് തെറിപ്പിക്കുക. ഗോക്കുവിനാണെങ്കിൽ മനുഷ്യന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു കാറാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവൻ ദേഷ്യപ്പെട്ട് പറയും, ഓ നോ, ഇതൊരു മോൺസ്റ്റർ ബീസ്റ്റ് ആണ്, ഇതെന്നെ ഇടിച്ച് തെറിപ്പിച്ചു, ഒരു കാരണവശാലും ഇതിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഗോക്കു ആ കാറിനെ അറ്റാക്ക് ചെയ്യാൻ ഇപ്പൊ അതിന്റെ അടുത്തേക്ക് പോകും. അവനാണെങ്കിൽ ആ കാർ തൂക്കി ദൂരേക്ക് എറിയും. അടുത്ത നിമിഷം നമ്മുടെ പെണ്ണ് അവളാണെങ്കിൽ ടെററായിട്ട് ഒരു ഗണ്ണുമായിട്ട് പുറത്തേക്ക് വരും. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓ നോ, ഇതിന്റെ അകത്ത് ഒരു ഗോബ്ലിൻ ഉണ്ടായിരുന്നോ? അവളാണെങ്കിൽ അച്ചറം പൊച്ചറം ഇപ്പൊ ഗോക്കുവിനെ ഷൂട്ട് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ ഒരു പോറല് പോലും ഏൽക്കില്ല. എന്റെ ബോഡി അത് ഇരുമ്പാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടേക്ക് ഓടും. അതുകൊണ്ട് അവള് ഉച്ചത്തിൽ വിളിച്ചു പറയും, ഓ നോ, നീ കരുതും പോലെ ഞാനൊരു ഗോബ്ലിൻ ഒന്നും അല്ല, ഞാനും നിന്നെ പോലെ ഒരു ഹ്യൂമൻ ആണെന്ന് പറയും. അവൻ അല്പനേരം അത് കേട്ട് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. അവനാണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് അവളോട് ചോദിക്കും, സത്യത്തിൽ നീ ഒരു മനുഷ്യൻ തന്നെയാണോ? അതിനവള് പറയും, ഞാനൊരു മനുഷ്യനാണ്, ഞാൻ ഗോബ്ലിൻ അല്ല, ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് കൈകളൊക്കെ ഉയർത്തി അവൾ പുറത്തേക്ക് വന്ന് നിൽക്കും. ഗോക്കു അവന്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് അവളെ കാര്യമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല, നീ എന്നെ പോലെ സ്ട്രോങ് അല്ല, വളരെ വീക്കാണ്, എനിക്കില്ലാത്തത് പലതും നിനക്കും ഉണ്ട്. അത് കേട്ട് ചുന്ദരി പെണ്ണ് അവളെ ചിരിക്കും. ഞാനൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് എൻ്റെ ബോഡി ഇത്ര സോഫ്റ്റ് ആയിട്ട് നിനക്ക് തോന്നുന്നത്, ഞാൻ നിന്നെ പോലെ ഒരു ഹ്യൂമൻ തന്നെയാണ്. ഇതിരിക്കട്ടെ, നീ ഇതുവരെ പെൺകുട്ടികളെ ആരെയും കണ്ടിട്ടില്ലേ? അതിനവൻ തലയൊക്കെ ചൊറിഞ്ഞ് അവളോട് പറയും, സത്യത്തിൽ ഞാൻ എൻ്റെ മുത്തശ്ശനെ അല്ലാതെ വേറെ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അല്പ ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ മുത്തശ്ശൻ മരണപ്പെട്ടു പോയി. മുത്തശ്ശൻ അവസാനമായിട്ട് എന്നോട് പറഞ്ഞ അഡ്വൈസ് സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറണം എന്നാണ്. സോ നിന്നോട് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം, നിനക്ക് ധൈര്യമായിട്ട് എന്നോടൊപ്പം എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവൻ അവളെ ക്ഷണിക്കുകയാണ്. അവൾക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. പക്ഷെ അവള് പറയും, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം, പക്ഷെ എന്നെ നീ ഉപദ്രവിക്കാനൊന്നും പാടില്ല, മറ്റൊരു രീതിയിലും നീ എന്നോട് പെരുമാറരുത്. അത് കേട്ട് അവന് ഭയങ്കര കൺഫ്യൂഷൻ. അവൾ എന്താ ഉദ്ദേശിക്കണേന്ന് മനസ്സിലാവാതെ അവൻ വണ്ടടിച്ച് നിൽക്കും. അവൾക്ക് കാര്യം മനസ്സിലാവും, അവന് അവൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. സോ പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് അവനോടൊപ്പം പോവാമെന്ന് അവൾ മനസ്സിൽ കരുതും. പിന്നീട് അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് സംസാരിച്ച് വീട് ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. ഗോക്കു ആണെങ്കിൽ അവളോട് പേര് ചോദിക്കും. അവൾ മുൽമ എന്ന് മറുപടി പറയും. അത് കേട്ട് അവൻ ചിരിക്കുകയാണ്. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവളെ കളിയാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് എത്തും. വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ആ ഡ്രാഗൺ ബോൾ അത് തിളങ്ങാണ്. അവനാണെങ്കിൽ വിളിച്ചു പറയും, എന്റെ മുത്തച്ഛൻ, അദ്ദേഹം എന്തോ എന്നോട് പറയാൻ ശ്രമിക്കുകയാണ്. ഉൽമയാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ആ ഡ്രാഗൺ ബോളിലേക്ക് നോക്കും. യാഹൂ, അങ്ങനെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിനൊടുവിൽ ആ ഡ്രാഗൺ ബോൾ അത് ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞ് അവളത് കയ്യിലെടുക്കും. അത് കാണേണ്ട താമസം ഗോക്കുവിന്റെ കൺട്രോൾ പോവും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഗ്രാൻഡ്പയെ എന്റെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കും, മര്യാദയ്ക്ക് എന്റെ ഗ്രാൻഡ്പയെ തിരികെ തരാൻ പറഞ്ഞ് അവനാണെങ്കിൽ അവളോട് ദേഷ്യപ്പെടും.
അവൻ ആ ബോൾ പിടിച്ചു വാങ്ങി പറയും, ഇതെന്റെ ഗ്രാൻഡ് പേ ആണ്, അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് എന്നെ ഏൽപ്പിച്ചത്, ഇതാർക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. അവളാണെങ്കിൽ ചിരിച്ച് അവളുടെ ബാഗിലുണ്ടായിരുന്ന 2 ഡ്രാഗൺ ബോൾസ് അവന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെന്റെ സ്റ്റോർ റൂമിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോൾസ് ആണ്, ഇത് നിന്റെ ഗ്രാൻഡ് പേ അല്ല, ഡ്രാഗൺ ബോൾ ആണ്. എന്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾസ് അടുത്തേക്ക് വന്നതുകൊണ്ടാണ് നിന്റെ ഡ്രാഗൺ ബോൾ അത് ബ്ലിങ്ക് ചെയ്തതെന്ന് പറഞ്ഞ് അവൾ ആ 3 ഡ്രാഗൺ ബോൾസും ഇപ്പോൾ ഒരുമിച്ച് വയ്ക്കും. അവളാണെങ്കിൽ ആ ഡ്രാഗൺ ബോൾസ് അതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ അവനോട് പറയും, സത്യത്തിൽ ഇതാദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്ത് പല കാര്യങ്ങളും മനസ്സിലാക്കി. നിനക്ക് അതറിയണമെന്നുണ്ടോ? അതിന് ഗോക്കു ആണെങ്കിൽ അറിയണമെന്ന് പറയും. കട്ട് ചെയ്ത 2 മോൺസ്റ്റർ ക്രീച്ചറിനെയും അതിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അതിലൊരു ക്രീച്ചർ ആണെങ്കിൽ ആ പാലസിലുണ്ടായിരുന്ന ഒരു ഡ്രാഗൺ ബോൾ അത് കയ്യിലെടുക്കും. അതിനുശേഷം ആ പെൺകുട്ടിയോട് ചോദിക്കും, ഇനി ഞാൻ ആ മന്ത്രം ചൊല്ലട്ടെ? അതിനവള് പറയും, അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ നീ ആ മന്ത്രം ചൊല്ലിയിട്ട് യാതൊരു കാര്യവുമില്ല. മൊത്തത്തില് 7 ഡ്രാഗൺ ബോൾസ് ആണ് ഉള്ളത്. ആ 7ഉം കണ്ടെത്തി ഒരുമിച്ച് ചേർത്ത് വെച്ച് ആ ഒരു മന്ത്രം ചൊല്ലണം. അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഡ്രാഗൺസിന്റെ ദൈവമായിട്ടുള്ള ഷെല്ലോങ് പ്രത്യക്ഷപ്പെടും. സോ നിനക്ക് ഇഷ്ടമുള്ള വരം അതെന്ത് വേണമെങ്കിലും അവനോട് ചോദിക്കാം, തീർച്ചയായിട്ടും ഷെല്ലോങ് അത് നിനക്ക് സാധിച്ചു തരും. ഉടനെ ആ ക്രീച്ചർ ആണെങ്കിൽ ആ ഡ്രാഗൺ ബോൾ കയ്യിലെടുത്ത് പറയും, തീർച്ചയായിട്ടും ആ 7 ബോളും ഞാൻ കണ്ടെത്തും. അതിനുശേഷം ഷെല്ലോങ്ങിനോട് എന്റെ ആഗ്രഹം അത് ഞാൻ ആവശ്യപ്പെടും. ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു രാജാവായി മാറുക എന്നതാണ് എന്റെ ആഗ്രഹം. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ അവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഞെട്ടുകയാണ്. നീ പറയുന്നത് സത്യമാണോ? ആ 7 ഡ്രാഗൺ ബോൾസ് അതെല്ലാം ചേർത്ത് വെച്ച് ഷെല്ലോങ്ങിന്റെ അടുത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വരം അത് വാങ്ങാനായിട്ട് കഴിയോ? അതിനവള് പറയും, തീർച്ചയായിട്ടും. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അത്തരത്തിലൊരാൾ 7 ബോൾ ഉപയോഗിച്ച് ഒരു നാടിന്റെ തന്നെ കിങ്ങായി മാറി. സോ ഞാനും ഇപ്പോൾ അതിനാണ് ശ്രമിക്കുന്നത്. എത്രയും വേഗം ആ 7 ബോളും കണ്ടെത്തി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരം അതെനിക്ക് ഷെല്ലോങ്ങിനോട് ചോദിക്കണം. ആക്ച്വലി ഗുൽമ പെണ്ണിന്റെ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം വളരെ ഹോട്ടായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അവൾ കൊഞ്ചിയിട്ട് കുഴഞ്ഞിട്ട് ഗോക്കുവിനോട് ചോദിക്കും, നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്റെ 4 സ്റ്റാർ ബോള് അതെനിക്ക് തന്നൂടെ? അതിനവനാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും എന്റെ ഗ്രാൻഡ് പേയുടെ ബോള് അത് വിട്ടു തരില്ല. അവളാണെങ്കിൽ അവളുടെ ഉടുപ്പൊക്കെ പൊക്കി കാണിച്ച് അവനെ വശീകരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. കൺട്രോൾ പോയ അവള് ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് അതുകൊണ്ട് യാതൊരു യൂസും ഇല്ല, എനിക്കെങ്കിലും അതുകൊണ്ട് ഒരല്പം യൂസ് ഉണ്ട്, ദയവ് ചെയ്ത് നീ എനിക്കത് തരണം. വേറെ വഴിയില്ലാതെ അവളിപ്പോ 18ാമത്തെ അടവെടുക്കുകയാണ്. നിന്റെ ഗ്രാൻഡ് പ പറഞ്ഞിരിക്കുന്നത് ഗേൾസിനോട് വളരെ റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറാനല്ലേ? സോ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും കേൾക്കണം. എന്തായാലും നീ ഇവിടെ ട്രെയിനിങ് എടുക്കുകയാണ്, എന്നോടൊപ്പം വരികയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഡ്രാഗൺ ബോൾസ് അത് കണ്ടെത്താം. നിനക്ക് ഈ ഒരു പർവ്വത നിരകൾക്കപ്പുറം ഒരുപാട് സിറ്റികൾ, ടൗണുകൾ, ജനങ്ങൾ, കടലുകൾ, വാഹനങ്ങൾ, അങ്ങനെ പലതും കാണാം. കേൾക്കുമ്പോൾ നമ്മുടെ ചെക്കൻ ഗുൽമയ്ക്കും അത് കുറച്ച് ഇഷ്ടാവും. സോ അവനും അവളോടൊപ്പം പോകാനായിട്ട് ഇപ്പൊ റെഡിയാവും. എന്നതിന് മുൻപായിട്ട് ഗോക്കു ആണെങ്കിൽ തീർത്തു പറയും, എന്റെ ഗ്രാൻഡ് പേയുടെ ആ ഒരു ഡ്രാഗൺ ബോൾ അത് ഞാൻ ഒരു കാരണവശാൽ നിനക്ക് തരില്ല. അവളാണെങ്കിൽ അതിനൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കും. ബുൽമയാണെങ്കിൽ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കും. ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന മൊമെന്റ്. തീർച്ചയായിട്ടും ഇവൻ എനിക്ക് ഒരു ബോഡി ഗാർഡ് തന്നെ ആയിരിക്കും. ബാക്കിയുള്ള ഡ്രാഗൺ ബോൾസ് അത് ഞാൻ കണ്ടെത്തുന്നു പറഞ്ഞ് അവൾ അവളുടെ കയ്യിലുള്ള ആ ഒരു ഉപകരണം അവന് കാണിച്ചു കൊടുക്കും. ഇതുപയോഗിച്ചാണ് നമ്മൾ ആ ഡ്രാഗൺ ബോൾസ് കണ്ടെത്തുക. ഇതൊരു ഡ്രാഗൺ ബോൾ റഡാറാണ്, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മുടെ കയ്യിലുള്ള ആ 3 ഡ്രാഗൺ ബോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ബാക്കിയുള്ള ഈ 4 അത് 4 ഓരോ ഭാഗത്താണ്. നമുക്ക് ഈ റഡാറിന്റെ സഹായത്താൽ അത് കണ്ടെത്താനായിട്ട് കഴിയും. ബുൽമയാണെങ്കിൽ അവർക്ക് ആദ്യമായിട്ട് കണ്ടെത്തേണ്ട ആ ഒരു ഡ്രാഗൺ ബോളിന്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സീഡ് എടുത്ത് അവൾ പുറത്തേക്ക് എറിയും. ഞൊട്ടിയിടയിൽ അതൊരു ബൈക്കായി മാറുകയാണ്. ഗോക്കുവിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഓ നോ, സത്യം പറ, നീ ശരിക്കും ഒരു മന്ത്രവാദിനിയല്ലേ? അതിനവൾ പറയും, ഞാൻ മന്ത്രവാദിനിയൊന്നും അല്ല, വെറും ഒരു പെൺകുട്ടിയാണ്. ഞങ്ങൾ സിറ്റിയിലുള്ളവരുടെ കയ്യിൽ ഇത് സർവ്വസാധാരണമാണ്. ഇതുപയോഗിച്ച് ഒരുപാട് വണ്ടികളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞ് അവർ 2 പേരും ആ ബൈക്കിൽ കയറി യാത്ര തുടങ്ങും. ഗോക്കു ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു ബൈക്കിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അല്പം പേടിയൊക്കെ ഉണ്ട്. അവർ ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് അവർ റെസ്റ്റ് ചെയ്യും. അപ്പോഴായിരിക്കും ഒരു ജയന്റ് ബേർഡ് അതങ്ങനെ ഫ്ലൈ ചെയ്ത് വന്ന് അവളെ ലോക്ക് ചെയ്യുക. അതിനുശേഷം ഗോകുവിനോട് പറയും, ഞങ്ങൾ 2 പേരും ഗുഡ് ഫ്രണ്ട്സ് ആണ്, നീ അല്പനേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അവന് ഒരു മരത്തിൽ കെട്ടിയിട്ട് അങ്ങനെ പറന്നു പോകും. അടുത്ത നിമിഷം ഗുൽമ അവൾ വിളിച്ചു പറയും, ഗോക്കു, ഈ ബേർഡ് നിന്നെ പറ്റിച്ചതാണ്, ഇതെന്നെ തട്ടിക്കൊണ്ടു പോവാണ്, എത്രയും വേഗം എന്നെ രക്ഷിക്കണം. അത് കേൾക്കേണ്ട താമസം ഗോക്കു ആണെങ്കിൽ കയറ് തകർത്ത് കളഞ്ഞ് ആ ഒരു ബേർഡിനെ അറ്റാക്ക് ചെയ്ത് അവളെ രക്ഷിക്കും. അവർ 2 പേരും അവരുടെ യാത്ര അത് ആ ബൈക്കിൽ തുടരുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.